Hallelujah. Praise you, Jesus. Praise you, Jesus. Praise you, Jesus. Hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തുതി സ്തോത്രയാങ്ങളാൽ ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങൾ അടുത്ത് വരുന്നപ്പാ, അവിടെ ഞങ്ങളോട് കൃപ തോന്നണമേ, ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. അവിടുന്ന് കരുണയുള്ള ദൈവമാണല്ലോ, അവിടുന്ന് മനസ്സലിവുള്ള ദൈവമാണല്ലോ. നന്ദിയോടെ സ്തോത്രം, 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 നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ബലവാനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, കരുണയുള്ള കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. Thank you, Lord Jesus. Thank you, Lord. 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 Hallelujah. 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 Praise you, Jesus. പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ പാദാന്തികെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന വിശുദ്ധ സഭായോഗമായി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. പ്രിയ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ കൂടി വന്ന ശേഷം ഞങ്ങളുടെ വിവിധ കൂട്ടായ്മകളെ ദൈവം അനുഗ്രഹിച്ചു. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ യാത്രകളൊക്കെ കൂടുന്നു. ആപത്ത് അനർത്ഥങ്ങൾ വിടിവെച്ചു. വാഹനത്തെ ദൈവമേ അവിടെ നിയന്ത്രിച്ച് സൂക്ഷിച്ചല്ലോ. അവിടുത്തെ കൃപയിൽ പരിപാലിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമത്തോടെ കടന്നു വന്നത് പകൽവേള ദൈവത്തെ ആരാധിപ്പാൻ അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസരം ഒരുക്കുന്നതോർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഇന്ന് പകൽവേളയിലെ കൂട്ടായ്മ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിടുതലായി, അനുഗ്രഹമായി, നന്മയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കടന്നു വരെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടി വരുത്തണമേ. ആരും ഉദാസീനതയോടെ അലസതയോടെ ആരും അനുവദിക്കല്ലേ. കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും ആരെങ്കിലും കഴിവില്ലാതെ, രോഗികളായോ ക്ഷീണിതരായോ ക്ലേശങ്ങളോടെ ഭാരങ്ങളോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽവേള അതിവേഗത്തിലോടുന്ന വചനം അയച്ച് അവിടെ ജനത്തെ അവിടുന്ന് സൗഖ്യമാക്കണമേ. അല്ലെങ്കിൽ ഇവരുടെ പ്രതിസന്ധികൾ അവരെ വിടുവിച്ചു ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ആത്മാവിൽ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം, ആത്മാവിൽ ആരാധിപ്പാൻ ബലപ്പെടുത്തണം, ആത്മാവിൽ സൂക്ഷിപ്പാൻ ബലപ്പെടുത്തണം. ആദ്യോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭരിച്ച് നിയന്ത്രിക്കണം. സന്നിധാന ബോധത്തോടെ, ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങളെ വരുവായിരിക്കാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവിൻ്റെ കൃപ ഏവരിലും പകർന്ന് മാനിക്കും. ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പാട്ടുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധനപ്പെടയാക്കണം. അതിൽ പാട്ടിന് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ശക്തീകരിക്കണം. ആത്മാവിൻ്റെ നിറവിൽ നിറച്ച് പാടുവാൻ, ആരാധിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാ വിധത്തിലും പകരും, നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. മരണ
മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയാൽ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ ദിനവും മനമേ തൽസമയം കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതിച്ചേ മനമേ ആമേൻ ഹല്ലേലൂയ യേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയാൽ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാൽ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥനേശുവേ ദിനവും മനമേ തൽസമയം കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയമേ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ സ്തുതിച്ചേ മനമേ നിത്യവും ജീവനാഥ
ബഹുദൂതരോച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാദനെ ബഹുദൂതരോച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാദനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതിച്ചേ ജീവനാഥനേശുവേ സ്തുതിച്ചേ ജീവനാഥനേശുവേ ഇതുപോൽ സ്വജീവൻ താന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ താന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ഇതുപോൽ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാവേ സ്തുതി ചെയ്യുവാനാവേ ശക്തിയോടെ ശക്തിയോടെ ആത്മാവിനുള്ള ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. Glory to God, Jesus. Oh, we thank you, Lord. Yes, God. Yes, God. Lord Jesus.
Praise you, Jesus. Hallelujah. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയിൽ ദൈവപാദപീഠത്തിൽ സഭയായി നമുക്ക് കൂടി വന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽവേളയിൽ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൂട്ടിവരുത്തിയല്ലോ. കഴിഞ്ഞ രാത്രിവേള നമുക്കെല്ലാം സുഖകരമായ വിശ്രമത്തെ ദൈവം നൽകി. യഹോവയായ ദൈവം നമ്മെ താങ്ങിയതിനാൽ ഇന്ന് പകൽവേള ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ ഭൂമിയുടെ പരപ്പിൽ വെച്ച് ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് പകൽവേള നാം ദൈവസന്നിധാനത്തിൽ ഒരുമിച്ചായിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ, നമുക്ക് അനുഗ്രഹമായി വിടുതലായി തീരേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഇന്ന് പകൽവേള ഞാൻ ദൈവപാദപീഠത്തിൽ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ വലിയ വിടുതലായി തീർന്നത് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് വലിയ ദൈവിക വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ, അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാപിച്ച് നമ്മുടെ പ്രതിസന്ധികളിൽ വിടുവിക്കപ്പെട്ടവരായി, അല്ല ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി തുടർന്നും ആത്മാവിൽ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. നല്ല സംഗീതത്തിന് നമുക്ക് നൽകുന്ന ഓർത്ത്, നല്ല പ്രബോധനങ്ങൾ, ഹല്ലേലൂയ, നല്ല ദൈവവചന ചിന്തകളൊക്കെ നമുക്ക് നൽകുന്നവർ, നല്ല സാക്ഷ്യങ്ങളെ ഇന്ന് പകൽവേള ദൈവം നമ്മെ കേൾപ്പിക്കുന്നത് ഓർത്ത് നന്ദിയുള്ളവരായ ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, വീണ്ടും അവിടുത്തെ പാദപീഠത്തോടെ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഹല്ലേലൂയ, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രൈസലോ, പ്രാണനെ മരണത്തിൽ നിന്നെല്ലാം വിടുവിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അടിയൻ്റെ കുറവൊന്നും കർത്താവ് ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിൽ തടസ്സമായി നിൽക്കൽ, പ്രൈസ്തലോട് അവൻ്റെ വാതികളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടുകൂടി കടന്നു വരുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. കർത്താവ് നല്ലവനല്ലോ, കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ്തലോ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. രോഗികളായിട്ട് ഹല്ലേലൂയ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവരെ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയടയാക്കുമാറാകണമേ. നല്ല സങ്കീർത്തനം തരുമാറാകണമേ, നല്ല സാക്ഷികൾ തരുമാറാകണമേ. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ പാട്ടുകൾ പാടി ഹല്ലേലൂയ അങ്ങ് സ്തുതി ഭയങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. ഹല്ലേലൂയ. ഒരു കൂടി അടിയനെ താഴ്ത്തുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ യാതിനെല്ലാം കേട്ടനെ സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 46 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 46 സങ്കീർത്തനം. Psalm number 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവനെ ചുവടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങി പോകുകയില്ല. ദൈവാധികാരത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവയിലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ചേർന്ന് പാടാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു. അവർ കഷ്ടങ്ങളിൽ ഏറ്റുകൊടുത്ത തുണയായിരിക്കുന്നു.
ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ താങ്ങി നടത്തുന്ന, നമുക്ക് തുണയായിരിക്കുന്ന, നമുക്ക് ആശ്വാസകരായിരിക്കുന്ന നല്ല കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ശക്തിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളാണ് നാം എല്ലാവരും. ഹല്ലേലൂയ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ശക്തിയോടെ കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാമല്ലോ. പരിശുദ്ധൻ, മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധൻ, മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ, മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നതദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നതദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. മേഘാരൂഢനായി വരും നിദാവിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരും നിദാവിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു
മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിന് നമുക്ക് ആരാധിക്കാമല്ലോ. യഹോവാ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ഒരുമിച്ച് പാടി കർത്താവിന് നമുക്ക് ആരാധിക്കാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ കാരണം ആകെയിലും സ്വാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ കാരണം ആകെയിലും സ്വാമിനി ഭയപ്പെടുകയില്ല.
ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം അവനീ കാലത്തിൽ അവമാനവും അവകാശവും നോക്കിടണം അവനീ കാലത്തിൽ അവമാനവും അവകാശവും നോക്കിടണം അവനായി കഷ്ടത തേജസ്സിൽ അനന്തയുഗം പാടിടുന്ന അവനായി കഷ്ടത തേജസ്സിൽ അനന്തയുഗം പാടിടുന്ന യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ ജയ 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 കാഹളമൂതിടുവിൻ ജയ വീരനമേശുവിൻ ജയ ജയ കാഹളമൂതിടുവിൻ ജയ യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം അവനീ കാലത്തിൽ അപമാനമാവും അവകാശം അവനീ കാലത്തിൽ അപമാനമാവും അവകാശം അവനായി കർഷക അനന്തയുഗം പാടിടുന്ന അവനായി കർഷക അനന്തയുഗം പാടിടുന്ന ഓ യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ ജയ 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 കാഹളമൂതിടുവിൻ ജയ വീരനമേശുവിനെ ജയ 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 കാഹളമൂതിടുവിൻ ജയ വീരനമേശുവിനെ ഓ യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം
Oh, praise God. We worship you, Lord. Hallelujah. സർവശക്തിയുള്ള ദൈവമേ, സർവ്വകുമാരനായ ദൈവമേ, glory. Praise God. Yes, amen, amen, amen. Oh, come on, come on, come on. Praise God. Yes. Oh, thank you, Lord. Yes, hallelujah. ഞങ്ങളെ ആരാധിക്കുന്നു. അവിടുത്തെ മഹത്വമുള്ള നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവരുടെ നാമത്തിൽ ആരാധന അർപ്പിക്കുന്നു. Hallelujah. Amen, 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 amen. ഇത് ഫലമാണ് നിങ്ങൾ സ്വയമെടുക്കണം. ജയം കൽപ്പിക്കുക. Thank you, Lord. Praise God. ഒരു നിമിഷം കൂടെ സമർപ്പണത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കട്ടെ. നമ്മെ തന്നെ ഇന്ന് പകൽവേള ഒന്ന് ശോധന ചെയ്യട്ടെ. ഇത് പകൽവേള നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ പകൽവേളയായി തീരട്ടെ. ദൈവപ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു പകൽവേളയായി തീരേണ്ടതിനായി നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവകരങ്ങളെ ഏൽപ്പിച്ചൊന്ന് ശോധന ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവിക വിടുതൽ പ്രാപിക്കും തടസ്സമായി, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കും തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഹല്ലേലൂയ തടസ്സങ്ങൾ ഉണ്ടോ എന്ന്, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടോ എന്ന്, എന്തെങ്കിലും കുറവശങ്ങൾ ഉണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കി കളയാത്ത ദൈവം. Thank you, Jesus. Praise you, Jesus. Praise you, Jesus. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ ഒരിക്കൽ കൂടെ കഴുകി ശുദ്ധീകരിക്കണം.
ദൈവകൃപ ഞങ്ങളിൽ പകരണം. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ആത്മാവിൽ അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. നല്ല സംഗീതത്തിന് ഭാഗം നൽകിയതോർത്ത് സ്തോത്രം. പാടുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ നിറവിൽ പാടി ആരാധിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ചേർന്ന് പാടുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങളെ ദൈവം സഹായിച്ചല്ലോ. തുറന്നു നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് ഞങ്ങളേവരെ നിറയ്ക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭായോഗത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് സമ്മാനിപ്പാനിടയായി. ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിയാൽ സഭയുടെ നേതൃനിരയിൽ നിന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, സഭയുടെ എൽഡേഴ്സായിട്ട് ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി ദൈവസന്നിധാനത്തിൽ കൂട്ടിവരുത്തി ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകിയ നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇത് പകൽവേള 46-ാം സങ്കീർത്തനമാണ് വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായത്. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. കുറഞ്ഞപക്ഷം ചില വാക്യങ്ങളെങ്കിലും ഈ ഒന്നാമത്തെ വാക്യമെങ്കിലും എല്ലാവർക്കും മനഃപ്പാഠമായിരിക്കുന്നു എന്ന്, ഹൃദയമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചരിക്കാറുള്ള സ്തോത്രം ഒരു വാക്യമാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ ഉദ്ധരിക്കുന്ന ഒരു ദൈവത്തെ കോരഹ് പുത്രന്മാർ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് എന്ന് തൻ്റെ അനുവാചകരെ, തന്നെ ശ്രമിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ പ്രബോധിപ്പിക്കുകയാണ് കോരഹപുത്രന്മാർ ചെയ്യുന്നത്. ദൈവം തൻ്റെ ജനത്തിന് ഒരു മറവിടമാണ്, ഒരു സംരക്ഷണമാണ്. സ്തോത്രം. സങ്കേതത്തെക്കുറിച്ച്, സങ്കേത നഗരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ടുള്ള ഉപകാരം, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണ ഭാഗങ്ങളിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഏത് സമയത്തും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് ആവശ്യങ്ങളുടെ നടുവിലും ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാനുള്ള നല്ലൊരു സങ്കേതമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മെ ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായൊരു ഘടകം നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ സുരക്ഷിതമായി പരിപാലിക്കുന്ന, എന്നെ അത്ഭുതകരമായി പരിപാലിക്കുന്ന, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മളെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തി. സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ തകർന്നു പോകാറുണ്ട്. മുൻപോട്ട് ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ലാതെ ജീവത്യാഗം ചെയ്യുവാൻ, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന വലിയൊരു ജനസമൂഹമുള്ള, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. എന്നാൽ
നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ആരും എനിക്കില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ, നമുക്കറിയാമോ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേരളത്തിൽ അങ്ങനെയുള്ള ഒത്തിരി ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട്. ആരുമില്ല എന്നുള്ള തോന്നൽ വന്നിട്ട് ഞങ്ങളെ സംരക്ഷിപ്പാൻ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്നുള്ള ചിന്തയോടുകൂടെ ആത്മഹത്യ ചെയ്ത എത്രയോ യുവതികൾ, എത്രയോ യുവാക്കന്മാർ, എത്ര കുടുംബിനികൾ, കുഞ്ഞുങ്ങൾ, സ്തോത്രം, നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അവിടുന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഉള്ളപ്പോഴും, അങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നാൽ അതിൻ്റെ നടുവിലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്. സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുമ്പോൾ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്നെ സഹായിക്കാൻ എൻ്റെ ആരുമില്ല, എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, തീർച്ചയായും എന്നെ ഉപേക്ഷിച്ചു. പക്ഷേ എൻ്റെ അപ്പൻ മറന്നാലും, എൻ്റെ അമ്മ മറന്നാലും, എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ കുഞ്ഞുങ്ങളെന്നെ ഉപേക്ഷിച്ചാലും, എന്നെ ചേർത്ത് നിർത്തുന്ന, അല്ല, എൻ്റെ സ്നേഹനിധിയായ ഒരപ്പച്ചൻ എനിക്ക് വേണ്ടി ഉണ്ട്, ഒരു പിതാവ് എനിക്ക് വേണ്ടി ഉണ്ട്, ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഈ ഭൂമിയിൽ നമ്മെ ഓരോ ദിവസവും ജയത്തോടെ നടത്തുന്നത്, ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ സംഗീതക്കാരൻ പറയാണ്, കുറെ പുത്രന്മാർ പറയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും, നമ്മുടെ ബലമാകും. ബലഹീനതയിൽ കഴിയുന്ന, തളർച്ചയിൽ കഴിയുന്ന, സ്തോത്രം, വീണു പോകാൻ സാധ്യതയുള്ള ജനത്തെ ഓർപ്പിക്കുക, അവൻ നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്, അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ച് നൽകുന്നു, ജ്ഞാനമില്ലാത്തവർക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകുന്ന ദൈവം. സ്തോത്രം. അവൻ മാത്രമല്ല, കഷ്ടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിത അനുഭവത്തിലേക്കൊന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കി, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും അനുഭവം കടന്നു വന്നു. പക്ഷേ അവിടെ എല്ലാം തകർന്നു പോകാതിരുന്നത്, സ്തോത്രം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തതായൊരു തുണ, ഏറ്റവും തക്ക ഒരു തുണ, സ്തോത്രം, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകാഞ്ഞത്. വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം എനിക്ക് സഹായകനായി ഉള്ളതുകൊണ്ട്, എൻ്റെ ആശ്വാസകനായി, എൻ്റെ സംരക്ഷകനായി ഉള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും, അതുകൊണ്ട് ഭൂമി മാറിപ്പോകട്ടെ, ഞാൻ നിൽക്കുന്ന ഭൂമി, അവരുടെ പിതാക്കന്മാരുടെ അനുഭവം കോരപുത്രന്മാർക്ക് നന്നായിട്ട് അറിയാം. അവർ നിന്ന ഭൂമി അവരുടെ കീഴെ വായി പിളർന്ന് അവരെ എന്ത് ചെയ്തു? ജീവനോടെ വിഴുകിക്കളഞ്ഞു. അത് കണ്ടപ്പോൾ ഒരു നല്ല അനുഭവമുള്ള കോരപുത്രന്മാരാ പറഞ്ഞു, ഭൂമി മാറിപ്പോകട്ടെ, സ്തോത്രം, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ മധ്യേ വീഴട്ടെ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ടെ, എവിടേക്ക് തിരിഞ്ഞാലും പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ കാണുന്ന, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, സ്തോത്രം, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ തളർന്നു പോകില്ല, ഞാൻ ക്ഷീണിച്ചു പോകില്ല, ഞാൻ മടുത്തു പോകില്ല. എന്താ കാരണമെന്നറിയാമോ? എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ താങ്ങുന്ന, എനിക്ക് ആശ്വാസകനായി, എനിക്ക് ബലമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. സാധ്യതകളുണ്ട് അതിന്, അതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ വന്നാലും, സാധ്യതകൾ മുൻപിൽ കണ്ടാലും, അല്ലെങ്കിൽ ഞാൻ കുലുങ്ങിപ്പോകില്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ സഹായിപ്പാൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കോരപുത്രന്മാരുടെ അനുഭവം അതാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അവർ ഭയപ്പെട്ടു പോയില്ല, അവർ കുലുങ്ങിയില്ല. അവർക്ക് വിരോധമായി കൽപ്പന പുറപ്പെട്ടപ്പോഴും അവർ എന്ത് ചെയ്തില്ല, കുലുങ്ങിപ്പോയില്ല. കാരണം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി, ഈ പകൽ വേള എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് ഏറ്റുപറയുന്നു?
അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കുലുക്കി കളയുവാൻ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരമാല പോലെ ആഞ്ഞടിച്ചു വരുന്ന സന്ദർഭങ്ങളിലും ഞാൻ കുലുങ്ങി പോകാതെ, ഞാൻ തളർന്നു പോകാതെ, ഞാൻ തകർന്നു പോകാതെ എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന, ഹല്ലേലൂയ, വഴുതി പോകുന്നിടത്തല്ല ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിൽ എന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതായിരിക്കട്ടെ മുൻപോട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം. പ്രതിസന്ധിയുടെ നടുവിൽ മുൻപോട്ട് പോകാൻ നമുക്ക് ധൈര്യം നൽകുന്ന കാര്യമാണ്. അതാണ് സ്തോത്രം. അല്ലെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ വരും, ജാതികൾ കുർത്തിക്കട്ടെ, രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ജാതികൾ കൃത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു. അതോട്ട് വായിച്ചു വരുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ ഉറപ്പിച്ചു പറയാം, സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിലെല്ലാം ദൈവമുണ്ട്. പിന്നെ അല്ലെങ്കിൽ രാജ്യങ്ങൾ കുലുങ്ങുമ്പോഴും ജാതികൾ കൃത്തിക്കുമ്പോഴും രാജ്യങ്ങൾ കുലുങ്ങുമ്പോഴും സ്തോത്രം, സൈന്യാധിപനായ സർവ്വസൈന്യാധിപനായ ദൈവം എന്നോടൊപ്പമുണ്ട്. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമുക്ക് ദുർഗമാകുന്നു, നമുക്ക് സംരക്ഷകനാകുന്നു, നമുക്കൊരു കോട്ടയാണ്, നമുക്ക് ഒളിച്ചിരിക്കുവാനുള്ള ഒരു മറവിടമാണ്. തിരുവനന്തപുരം വായിക്കുന്ന എങ്ങനെയാണല്ലോ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിനെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. മാത്രമല്ല അവിടെ കൊണ്ട് ഒതുക്കിയല്ല, എന്നെ പാറമേൽ ഉയർത്തി എന്റെ ശത്രുക്കൾ കാണത്തക്കവണ്ണം, മറ്റുള്ളവർ എന്നെ അറിയത്തക്ക കാണത്തക്കവണ്ണം എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഞാൻ തകർന്നു പോയില്ല, ഞാൻ വീണു പോയില്ല, ഞാൻ നശിച്ചു പോയില്ല. അതിന്റെ നടുവിൽ നിന്ന് എന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. അവൻ പാറമേൽ എന്നെ ഉയർത്തുന്ന ദൈവം. ശത്രുക്കൾ കാണുക നമ്മളെ ഉയർത്തി നിർത്തുന്ന ദൈവം. നമ്മളെ തല കുനിഞ്ഞു പോകാൻ അനുവദിക്കുന്നവരല്ല, ശത്രുക്കളുടെ മുൻപേ നമ്മുടെ തല ഉയർത്തി നിർത്തുന്ന ദൈവം. ആ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനു ഭയപ്പെടണം? ആ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നിനെയും ഭയപ്പെടരുത്. ഒരു പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. അവന് മാറ്റമില്ല. ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അല്ലെ കാലദൈർഘ്യത്താൽ ഹല്ലേലൂയ സ്തോത്രം കുറവുകൾ സംഭവിച്ചു പോയവനല്ല നമ്മുടെ ദൈവം. അവൻ ഇന്നലെ ആരായിരുന്നോ ആ ദൈവം ഇന്നും അതേ ദൈവം തന്നെ. ആ ദൈവം തന്നെ നാളെയും എൻ്റെ ദൈവം. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. അവസാനമായി പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്. സ്തോത്രം. ഈ പ്രതിസന്ധികളെല്ലാം നടുവിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. കഴിയുമോ? നമുക്ക് കഴിയുമോ? ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിവിൻ, ഞാൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമെന്നറിവിൻ, ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമെന്നറിയണം, ഞാൻ നിങ്ങളെ ബലപ്പെടുന്ന ദൈവമെന്നറിയണം. നിങ്ങളെ മറച്ചു പിടിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് നിങ്ങളെ സുരക്ഷിതമായി മറച്ചു പിടിക്കുന്ന ദൈവമാണ് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. ഉറപ്പിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. യാക്കോബിൻ്റെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ദിവസങ്ങളിൽ ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്ന് സാക്ഷ്യത്തിനായുള്ള സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്നപ്പോൾ വാക്യം പറയുന്നതായിരിക്കും. Children will come forward and they will say the verse. Salome Annie Benny, please come forward. Please come forward. Hallelujah. Praise the Lord. Isaiah 41 verse 10. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I will help you. I will uphold you with my righteous right hand. Amen. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവക്ഷേമത്തോടെ പരിപാലിപ്പാനിടയായി.
അവരുടെ സ്കൂൾ യാത്രകളിൽ പഠനകാര്യങ്ങളൊക്കെ കൂട്ടിരുന്നു. പ്രത്യേകാല ദിവസങ്ങളിൽ വൈറൽ ഫീവറിനാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഭാരപ്പെടുന്നുണ്ട്. പനിയുടേതായ പകർച്ച ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവാത്ഭുതകരമായി സൂക്ഷിപ്പാൻ, ഒരു ദോഷവും ഉണ്ടാകാതെ പരിപാലിക്കേണ്ടതിനായി, ദൈവകൃപയിൽ പരിപാലിക്കേണ്ടതിനായി നമുക്കൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. അവർ മാതൃകയുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവത്തിന് ഹിതകരമാവേണ്ട ഒരു ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളായി, ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന കുഞ്ഞുങ്ങളായി അവർ വളർന്നു വരേണ്ടതിനായി, ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവരുടെ നേരെ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. അവരുടെ മേൽ പകർന്ന ശക്തിക്കായി, അവർക്ക് നൽകിയ ആരോഗ്യത്തിനായി, ആയുസ്സിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഇതുവരെ ദൈവം അവരെ സൂക്ഷിച്ചല്ലോ. അവരുടെ സ്കൂൾ യാത്രകളിൽ കൂടി നിന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. അവരുടെ പഠനകാര്യങ്ങളിൽ കൂടി നിന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. തുടർന്ന് ദൈവം അവരെ സഹായിക്കുന്ന ദിവസങ്ങളിൽ പനിയുടേതായ പകർച്ചകൾ വളരെയധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു ദോഷമായി ഭവിക്കാതെ, പ്രയാസകരമായി ഭവിക്കാതെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് ദൈവം അവരെ സൂക്ഷിക്കണമേ. ദൈവം അവർക്ക് പ്രതിരോധം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് ദൈവം അവരെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും പനിയാൽ ഭാരപ്പെട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലോടുന്ന അവിടുത്തെ ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ ആ വചനം, അവിടുത്തെ കരത്തിൻ്റെ ശക്തി ഇന്ന് പകൽവേള ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിവാനിടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത്തരക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവകൃപ നിറയ്ക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരായി ഓരോ ദിവസവും വളർന്നു വരുവാൻ ദൈവം കൃപ ചെയ്യും. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് പിതൃപുത്ര പരിശുദ്ധാത്മാവാ ത്രിയേക ദൈവത്തിൻ്റെ നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. തുടർന്ന് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാനുള്ള സമയമാണ്. സഹോദരിമാർക്ക് ആരെങ്കിലും പുതുതായി കടന്നു വന്നിട്ടുണ്ടെങ്കിലോ സ്തോത്രം, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാം. അതിനുശേഷമായിട്ട് സഹോദരിമാർക്ക് സാക്ഷ്യം പറയാം. അതിനെ തുടർന്ന് സഹോദരന്മാർക്കും സാക്ഷ്യം പറയാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ബ്ലെസ്സി. കഴിഞ്ഞ 2 മാസക്കാലം ഇവിടെ അവധിയോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുവാൻ ദൈവം അടിയന് കൃപ തന്നു. ഇവിടെ ആയിരുന്ന സമയങ്ങളൊക്കെ ദൈവിക പരിപാലനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുവാൻ ദൈവം കൃപ തന്നു. ദൈവം അനുവദിച്ചാൽ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. Praise the Lord. I thank my God for giving this wonderful opportunity to stand in the midst of believers. Past week God was good to me, kept me safe from all dangers and troubles. I really thank God for that. My name is Ansu Daniel. I'm a daughter of Mrs. Shani Daniel. Last week God enabled me and my brother to come over here in Muscat from Bombay, and we'll be here for 1 month. I request you all to pray for me and my family that while we are here, that we might be a blessing to this church and everyone around us. I would like to say a verse from the Bible. That is Psalm 62 verse 1 and 2. Truly my soul finds rest in God. My salvation comes from him. Truly he is my rock and my salvation. He is my fortress. I shall never be shaken. Once more your name please. Ansu Daniel. Ansu. Ashu. Yeah. Ansu. Praise Lord. I praise and thank the Lord for giving me this wonderful opportunity to stand and testify God's holy name. God was good to me. He kept me safe and sound. As you all know, the 10th, 12th grade boards results came out, and by the grace of God, I got a good score. I thank the church who prayed for me. I still remember saying a testimony saying, please pray for me before my exams. And God was really good, and I thank the church for praying for me. And I request your prayers for my future endeavors, my spiritual life, and my family. Thank you so much. God bless you all. Thank Name, you. please. Benita. Benita. Okay, thank you. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കണം വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു.
കോട്ടയായിരുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ നിർത്തി. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഫലമായി മോനും നല്ല റിസൾട്ട് 10th ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവമക്കൾ പ്രത്യേകിച്ച് പാസ്റ്റർ വൈ തോമസും കുടുംബവും നമ്മുടെ സഹോദരിമാരും പ്രത്യേകിച്ച് എല്ലാ ദൈവമക്കളും ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം ഇത്രത്തോളം നടത്തി. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇത്രത്തോളം ഇവിടെ ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. മോന് 1 വയസ്സ് മുതൽ ഈ 10th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ അവൻ്റെ ഫർദർ സ്റ്റഡീസിന് വേണ്ടി അവനെ നാട്ടിലോട്ട് അയക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ ദൈവദാസന്മാർ ദൈവമക്കൾ പ്രത്യേകിച്ച് അവൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ അങ്കിള്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കുന്ന ഗ്രേസി ആൻറ്റി, എല്ലാ ടീച്ചേഴ്സിനോടുള്ള ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവകൃപയിൽ അവൻ നിൽക്കുവാൻ എവിടെയായിരുന്നാലും ദൈവഭയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവവിഹിത പ്രകാരം മാത്രം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാരൊക്കെ അവന് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തി. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപാദപീഠത്തിൽ താണിരിക്കുന്നു. പ്രത്യേകിച്ച് അവൻ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെയിരുന്നു. ദൈവം അവനെ സൂക്ഷിച്ച് പരിപാലിച്ചു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദൈവം നടത്തി. രോഗശാന്തി ആരോഗ്യം വരുത്തി ദൈവം സൂക്ഷിച്ച് ദൈവത്തിൻ്റെ പരിപാലനത്തിനായി സ്തുതിക്കുന്നു. ഇനിയും എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കൃപ അവൻ്റെ കൂടെ ഇരിക്കണം. ദൈവഭയത്തിൽ അവൻ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. അതുപോലെ നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രത്യേകം ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവസനെ താഴ്ത്തി ഏൽപ്പിക്കും. എൻ്റെ പേര് ഷൈനി, മോൻ്റെ പേര് ഗോഡ്ലി. പ്രൈസ് ദി ലോർഡ്. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവദാസനും ദൈവസഭയ്ക്കും എൻ്റെ സ്നേഹവന്ദനം, അതുപോലെ നോപ്പയുടെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാ ചായന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും എല്ലാ സിസ്റ്റർമാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ട്രിവാൻഡ്രം മലമേഖല ഏരിയയാണ് പ്രവർത്തിക്കുന്നത്. പരസ്യങ്ങളായിട്ട് 5-6 ദൈവദാസന്മാരായിട്ട് ഞങ്ങൾ മല ഏരിയയിൽ സുവിശേഷം പ്രസംഗം കാര്യം. കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കർത്താവെ, ലോകത്തിൻ്റെ അവസാനവും കർത്താവിൻ്റെ വരവും എപ്പോഴെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴെ വരുമ്പോൾ പറയുന്നു, ഇങ്ങനെയാണ്, ലോകം മുഴുവനും സർവ്വ സൃഷ്ടിക്കും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ എൻ്റെ വരവും ലോകത്തിൻ്റെ അവസാനമെന്ന് യേശു പറയുവാനിടയായി. എന്നാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കർത്താവ് നൽകിയ ആ ദർശനമനുസരിച്ച് മലമേഖല മുതൽ അങ്ങനെ ഈ സുവിശേഷം പരസ്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ തന്നെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആ സ്ഥലത്ത് ഒരു ആലയം പണിയാൻ ഒരു അടിസ്ഥാനം ഇടുവാൻ ദൈവം കൃപ ചെയ്തു. തുടർന്നുള്ള പണികൾ ഇനി ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബം 2 പിള്ളേരുണ്ട്. ഒരാൾ +2 കഴിഞ്ഞിപ്പം പരീക്ഷ എഴുതി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ശക്തമായി ഏകദേശം 20 വർഷത്തിന് മുകളാവുന്ന ഈ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആമേൻ സ്തോത്രം. എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം മരണത്തിൽ നിന്നാണ് അത്ഭുതമായി വെടിവിച്ചത്. ഞാൻ മദ്രാസിൽ സിനിമാ കമ്പനിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനിമ, ഫിലിം, TV സീരിയലൊക്കെ സൈഡ് ആക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈശാചിക ശക്തികൾ രാത്രികാലം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി അത്ഭുതമായി എന്നെ പലപ്പോഴും രാത്രികാലങ്ങൾ വിടുവിക്കുന്നത് എനിക്കത് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ഉണരുവാനും കഴിഞ്ഞു. അങ്ങനെയാണ് ദൈവത്തിലേക്ക് അടുക്കുവാനിടയായത്. ആ വണ്ണമായി ദൈവം നൽകിയ ദർശനമനുസരിച്ചാണ് ഈ നാളുകളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തെ പണിയും ചെയ്യുവാൻ ദൈവം അതിന് കൃപ ചെയ്യേണ്ടതിനായി എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് എലിശ. Praise the Lord. I praise and thank God for giving me this wonderful opportunity to stand and testify God's holy name. God was good to me while I was in Punjab. He kept me safe and sound. And as you all know, there were a lot of issues in Punjab and we were all really panicked. But by God's grace, we were all safe and He enabled me to come to Muscat. He kept all my friends safe and they were all able to reach their homes. I thank all of you for praying for me and please do continue praying for me. Brian. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ.
യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. Praise the Lord. I thank and testify the Lord's holy name for keeping me safe and sound while I was in here in Oman. I was able to complete my class 10 board in Oman. Thanks to all your prayers, I was able to pass with a great result. Now I am wishing to go back to India for my +1 and +2 courses. Thank all who prayed for me. This church was a blessing for me from my childhood, especially the Sunday school teachers. They taught me a lot. Please continue praying for me for my future studies and my spiritual growth. മോൻ്റെ പേര്? Godly. ഗോഡ്ലി. ഓക്കെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നല്ല അനുഗ്രഹപ്പെട്ട സമയത്തിനായി ദൈവത്തെ വാഴ്ത്തും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും സഭാമധ്യേ ദൈവത്തിൻ്റെ സാക്ഷ്യം ഏൽപ്പാമലനായ ദൈവം അതിൻ്റെ ജീവിതത്തിലും ഒരവസരം തന്നേ ദൈവത്തെ സ്തുതിക്കും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളിലൊക്കെ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകം 1-2 നന്ദി വാക്കുകൾ അറിയിക്കാനാണ് അടിയൻ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത്. ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ അടിയൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ ഇത്തവണ 10ാം ക്ലാസ്സിലായിരുന്നു. അവന് നല്ലൊരു വിജയം ദൈവം നൽകി. ഈ സഭ ആ പൈതലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, അവൻ്റെ എക്സാമിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. തൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അല്പം ഭാരമുണ്ടായിരുന്നു അവനെക്കുറിച്ച് ഓർത്ത്. അവൻ അങ്ങനെ അല്പം ഉഴപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും 80% അടുത്ത് മാർക്ക് വാങ്ങാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ചു. ഈ സഭ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ കർഷകരുടെ സമയത്തും പ്രിയ പൈതൽ പിടിച്ചു വന്നു. അവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയൻ്റെ പേര് സിസിൽ എന്നാണ്. വീണ്ടും ദൈവസനിൽ അടിയിൽ ഇരുന്നുകൊള്ളുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. സിസിൽ. ഓക്കെ. സിസിൽ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്തുയർത്താവൻ വാനലോകവാതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവകൃപയാൽ അടിയൻ്റെ മൂത്ത പൈതലും കഴിഞ്ഞ 10th എക്സാമിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനായിട്ട് കർത്താവ് ഇടയാക്കി. പ്രാർത്ഥിച്ച സഭയോടും അതുപോലെ പ്രത്യേക പാസ്റ്റർ കുടുംബം, കൗൺസിലേഴ്സ്, സഹോദരി സമാജം എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവകൃപയാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കഴിഞ്ഞ 28-ാം തീയതി ഞാനിവിടെ മസ്കറ്റ് വന്നിട്ട് 20 വർഷം പൂർണ്ണമാകുവാൻ കർത്താവ് ഇടയാക്കി. അതുപോലെ തന്നെ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് 18 വർഷം കംപ്ലീറ്റായി. എല്ലാത്തിനും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനെയും യൂത്ത് ഫെലോഷിപ്പിനെയും ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓർക്കുക. എല്ലാ സഭയുടെ ഒന്നടങ്കമുള്ള നിസ്സീമമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിരുന്നുള്ളൂ.
ബിനു. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കാം. നാം കേട്ട സാക്ഷ്യ വാചകങ്ങളൊക്കെ ദൈവം ചെയ്ത നന്മകൾ ഓർക്കുവാൻ ഇടയായി തീർന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിജയം ദൈവം ഈ സ്കൂൾ വർഷത്തിൽ അവരുടെ 10th +2 ക്ലാസ്സുകളിലൊക്കെ നൽകുവാനിടയായി. തുടർന്നുള്ള പഠനത്തിന് വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സുഹൃത്ത് ബ്ലിസി ചൊവ്വാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു. ദൈവം സഹായിക്കേണ്ടതിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ആയിരുന്ന സമയങ്ങൾ ദൈവകൃപേരോപാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരി അൻസുനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ പ്രവൃത്തി പിന്നെയും വെളിപ്പെടുത്തി മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ ബെൻറ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ലൊരു വിജയം ദൈവം അവൾക്ക് നൽകിയല്ലോ. തുടർന്നുള്ള അവളുടെ വിദ്യാഭ്യാസവും ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ ഷൈനി ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ മകൻ ഗോഡ്വിന് നല്ലൊരു വിജയം ദൈവം നൽകിയല്ലോ. തുടർന്നുള്ള പഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് കടന്നു പോകുന്നു. ദൈവം പ്രിയ പൈതലിനെ സഹായിക്കേണ്ടതിനോടൊപ്പം വരുന്നവനെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർദാസേലിശ പറഞ്ഞ സാക്ഷ്യം കേട്ടു. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കേണ്ടതിനായി തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ പൈതലം ബ്രയാൻ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് യാത്ര തിരിച്ച് ക്ഷേമത്തോടെ എത്തിച്ചവരുടെയായി യുദ്ധത്തിൻ്റെതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ വിഷമസന്ധിയിൽ ആയിരുന്നു. എങ്കിലും ഒരു ദോഷവും ഭവിക്കാതെ ക്ഷേമത്തോടെ ദൈവം പ്രിയ പൈതലിനെ കൂട്ടിവരുത്തിയല്ലോ. തുടർന്നുള്ള ദിനങ്ങളിലും ദൈവനെ സഹായിക്കുന്നവൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ സിസിൽ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് നല്ലൊരു വിജയം ദൈവം നൽകുവാനിടയായി. സ്തോത്രം. തുടർന്ന് ആ പ്രിയ പൈതലിൻ്റെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ സഹോദരൻ ബിനു സാക്ഷ്യം പറഞ്ഞ് കേട്ടല്ലോ. മൂത്ത പൈതലിന് നല്ലൊരു വിജയം ദൈവം നൽകി. കഴിഞ്ഞ 20 വർഷക്കാലം ഈ രാജ്യത്ത് ദൈവം തന്നെ അത്ഭുതമായി പരിപാലിച്ചു. തുടർന്ന് ബലപ്പെടുത്തേണ്ടതിന് ആ പ്രിയ പൈതലിൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥനയാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ ബലം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അവർക്കൊക്കെ വിടുതലായി തീരേണ്ടതിന് ഈ പറഞ്ഞ വിഷയമേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നാം ഒരുമിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അതിരാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിൽ മടങ്ങിപ്പോയി ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കത്തെ തന്ന് കർത്താവ് ഞങ്ങളെ തട്ടി ഉണർത്തി. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങേ ആരാധിപ്പാനെ കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ആലയത്തിൻ്റെ തണലിൽ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ഈ ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവെ, പാട്ടുകൾ പാടി ആരാധിപ്പാനെ കർത്താവെ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയതിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് ഞങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും മാറാത്ത ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ നിലവിളി കേട്ട് കർത്താവെ മറികടന്നു പോകാത്ത ഒരു ദൈവത്തെ സേവിപ്പാൻ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ച എല്ലാ കർത്താവെ അവിടുത്തെ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവെ അവരെ എഴുന്നേറ്റ് പ്രസ്താവിപ്പാൻ കർത്താവ് അവരെ ബലപ്പെടുത്തി. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ദൈവമുള്ളവരായി ഈ തലമുറയിൽ വ്യത്യസ്തരായി അനേകർക്ക് മാതൃകയായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി കർത്താവെ നീ അവരെ തീർക്കണമേ. ഹല്ലേലൂയ. ലോകം കർത്താവെ വളരെ വഷളത്വത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അവരെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ സംരക്ഷണത്തിലെ കർത്താവെ നീ അവരെ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 10ലും 12ലും നല്ല വിജയത്തെ കൊടുത്ത കർത്താവെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ അധ്വാനത്തിന് കർത്താവ് തക്ക പ്രതിഫലം കൊടുത്ത് അവരെ മാനിച്ചല്ലോ. കർത്താവെ, 10 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കർത്താവെ അവർ 11ലും 12ലും ഒക്കെ നല്ലതായിട്ട് പഠിക്കുവാൻ ദൈവം അവരെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന കർത്താവ്
കർത്താവ് വിഷയത്തിന് തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടുവാനൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 12 കഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഹല്ലേലൂയ അവരെ കർത്താവെ വിവിധ കോളേജുകളിൽ അഡ്മിഷനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവെ അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾ കർത്താവെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ മാതാപിതാക്കളെ വിട്ട് കർത്താവെ പല ദേശങ്ങളിൽ കടന്നു പോകുമ്പോൾ കർത്താവെ ഒരിക്കലും ദുഷ്ടൻ അവരെ തൊടുവാൻ ദൈവം അവരെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൂതന്മാരുടെ കർത്താവെ വലയത്തിൽ കർത്താവ് അവരെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരായി കർത്താവെ അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് മാന്യമായ വിദ്യാഭ്യാസവും കർത്താവെ എല്ലാം ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവെ അവർ കർത്താവിൻ്റെ പത്രമായി അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് കർത്താവെ അടുപ്പിക്കുന്നവരായി ജീവിപ്പാൻ അവർ പോകുന്ന കലാലയങ്ങളിൽ ഒക്കെ കർത്താവെ അവരെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രിയ കർത്താവെ സജൻ ബ്രദറിനെ ബ്ലെസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ കർത്താവെ മകൾ ഇവിടെ കടന്നു വന്ന് അവർക്ക് കുടുംബമായി ചില കർത്താവെ മാസങ്ങൾ ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. തിരിച്ച് അടുത്ത ദിവസം കടന്നു പോകുന്ന യാത്രയിൽ കർത്താവ് സഹായിക്കണം. നാട്ടിലായിരിക്കുമ്പോൾ ദൈവകരങ്ങളിൽ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രിയ പൈതൽ അൻസു കർത്താവെ നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ അവളവിടെ മാതാപിതാക്കളോടെ ഒന്നിച്ചിവിടെ ആയിരിക്കുമ്പോൾ ദൈവം അവളെ സൂക്ഷിക്കണം, സഹായിക്കണം. സൗഖ്യത്തോടെ സമാധാനത്തോടെ കർത്താവെ അവധിക്കാലം ചെലവഴിച്ച് മടങ്ങി പോവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ സിസിൽ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അവർ വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. കർത്താവെ ആ ജ്യേഷ്ഠൻ്റെ വേർപാടിൻ്റെ സമയത്ത് കർത്താവ് അവരോട് കൂടെ ഇരുന്നു. ആ പൈതൽ ആ സമയത്ത് എക്സാമിൻ്റെ സമയമൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവ് അവനെ ബലപ്പെടുത്തി നല്ലൊരു വിജയം കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. അവൻ്റെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ പിതാവില്ലാത്ത സ്ഥാനത്ത് അങ്ങ് അവൻ്റെ പിതാവായി കൂടെ ഇരുന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് അവന് ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ ജേക്കബ് ബ്രദർ കർത്താവെ മകന് കൊടുത്ത വിജയത്തെ കർത്താവെ പ്രസ്താവിച്ചല്ലോ. ആ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ കർത്താവെ പ്രിയ ഷൈനി സിസ്റ്റർ മോൻ്റെ കർത്താവെ ഹല്ലേലൂയ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. കർത്താവ് കൊടുത്ത വിജയത്തിനായി സ്തോത്രം. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത വിജയത്തിനായി സ്തോത്രം. കർത്താവെ ഇന്ന് കർത്താവെ ഹല്ലേലൂയ ആരാധനയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവദാസനെ കുടുംബമായി നിന്റെ ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ കർത്താവെ പ്രിയ പാസ്റ്റർ കർത്താവെ ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. യാത്രയിലൊക്കെ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവ ശബ്ദം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മുഴങ്ങി കേൾക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം കർത്താവെ ഇവിടെ മുഴങ്ങി കേൾക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടിയുള്ള എല്ലാ ആത്മീക സൗഖ്യവും വിടുതലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഷഗമന ഹത്തുന റഗസിയാന്തര ശബല ഹന്തല റദുല റബര ഹത്തുനാദുന വൈഡമന ശന്തേരി ശാഖമ ഹാതേനെ റേകെ സിയാന്തോ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മർക്കോസിൻ്റെ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവശക്തി വചനത്തിൽ കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ പരിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്തൃമേശ ഞങ്ങളുടെ മുൻപിലുണ്ട്. അതിൽ നിന്ന് കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച് ബലപ്പെട്ട് സൗഖ്യത്തോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൗൺസിലിനായി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇൻറ്റീരിയർ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുത്രിക സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ കഴിഞ്ഞ 51 വർഷക്കാലം കർത്താവ് ഈ ദേശത്ത് പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അനേക കുടുംബങ്ങളോട് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞെരുക്കത്തിലെ പ്രയാസത്തിലെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു ഉദ്ധാരണം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കർത്താവെ പ്രേംകുമാർ ബദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിവേഗം ഓടുന്ന വചനം വായിച്ച് കർത്താവെ നിന്റെ ദാസനൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി നിന്റെ ദാസന് വളരെ കർത്താവെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന കുടുംബത്തോടും മനസ്സലിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ ഒരു അത്ഭുത സൗഖ്യം ഞങ്ങളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ റൂമിൽ കർത്താവെ
വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധന്യമുള്ള തിരുനാമം ഇന്ന് പകൽവേള വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരുമിച്ചായിരിക്കാനും ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വിജയത്തെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം തന്നല്ലോ. തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നമുക്ക് ശേഷം കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളേണ്ടവരാണ്. ദൈവം അവരെ ദൈവകൃപയിൽ സൂക്ഷിക്കേണ്ടതിന് യാതൊരു ദുഷ്ടനും അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കാതെ ദൈവം അവരെ പരിപാലിച്ച് നടത്തേണ്ടതിനായി പ്രത്യേകാൽ പഠനത്തോടിന് വേണ്ടി നാട്ടിലേക്കൊക്കെ കടന്നു പോകുന്ന, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ദൈവം പ്രത്യേകാൽ അവരെ സൂക്ഷിക്കേണ്ടതിനായി കൃപയിൽ അവരെ നിലനിർത്തേണ്ടതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലരും ശാരീരികമായ ക്ഷീണത്തോടെ ക്ലേശത്തോടെ ആയിരിക്കുന്നല്ലോ. ദൈവം അവരൊക്കെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തുറന്നും സഹായിക്കട്ടെ. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തു നിന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് അതിനെതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവസന്നിധാനത്തിൽ നിലവിളിച്ച ചില നിലവിളിയുടെ അതിൻ്റെ വിടുതലിൻ്റെയും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ വാക്കുകളെ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് ഹാഗാറിൻ്റെ ചരിത്രം. തൻ്റെ ഒരു സുപ്രഭാതത്തിൽ താൻ വിശ്വസിച്ചിരുന്ന, തൻ്റെ ആശ്രയം വച്ചിരുന്ന തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി. ആ സന്ദർഭത്തിൽ കുട്ടിയുമായിട്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടേക്ക് പോകണമെന്നറിയാതെ വളരെ വേദനയോടെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ തനിക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളും, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച അപ്പം തീർന്നു, വെള്ളം തീർന്നു, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. സ്തോത്രം. ലോകം തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പക്ഷേ നമുക്ക് ദൈവം തരുന്ന ഒന്നിനും പരിധിയില്ല. അബ്രഹാം തനിക്ക് ഹാഗാറിന് കൊടുത്തുവിട്ട അപ്പവും വെള്ളവും ഒക്കെ തീർന്നപ്പോഴും, സ്തോത്രം, അവളുടെ ചിന്ത ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ കുട്ടിയുടെ മരണം കാണണ്ട, കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിൻ്റെ മരണം എന്നുള്ളത് വളരെ വേദന ഉളവാക്കുന്നത്. ചില അമ്മമാരൊക്കെ പറയുന്നത് കേട്ട് പ്രാർത്ഥിക്കണം. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അവരുടെ മക്കൾ സുഖമില്ലാതെ വളരെ അത്യാസന്നമായ നിലയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ചില അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദൈവമേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ ഇടയാകല്ലേ. ആ ഒരു അമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ, മക്കളെക്കുറിച്ചുള്ള അവരുടെ വേദന എന്ന് പറഞ്ഞാൽ, സ്തോത്രം, മറ്റാർക്കും ഇല്ലാത്ത വിധത്തിലുള്ള വേദനയാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദന. സ്തോത്രം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അത് മൃഗമായിരുന്നാലും അതിൻ്റെ സ്നേഹം അത് പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഹാഗാറിന് ലോകപരമായി ലഭിച്ചത് മുഴുവൻ തീർന്നു. അവളുടെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു, അസ്തമിച്ചു പോയി. ഇനി എന്ത് മുൻപിലെന്ന് അവൾ ചിന്തിച്ച് കുഴങ്ങി. ഇനി എന്ത്? പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട്, ദൈവത്തിൽ കരഞ്ഞിട്ട്, ഇനി എന്ത്? ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എങ്ങനെ മുന്നേറും? ഇനി എൻ്റെ ജീവിതം എവിടെ അവസാനിക്കും? എങ്ങനെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കും? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് വ്യാകുലപ്പെട്ടെന്ന് പകൽവേള ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ ആത്മാവിന് വളരെ ശക്തമായി ഓർപ്പിക്കാനുള്ള ഒരാലോചന,
നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്. നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അപ്പൻ കരുതുന്നതിനപ്പുറമായി, അമ്മ കരുതുന്നതിനപ്പുറമായി, മക്കൾ കരുതുന്നതിനപ്പുറമായി, സ്തോത്രം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പലപ്പോഴും നമുക്കത് കാണുവാൻ കഴിയാതെ വണ്ണം, ഒരുപക്ഷെ നമ്മുടെ കണ്ണടഞ്ഞിരിക്കാം, അത് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മൾ ഒരുപക്ഷെ വ്യാകുലത്താൽ, വേദനയാൽ, ഹല്ലേലൂയ, നമ്മളുടെ കണ്ണ് അന്ധമായി പോയെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽവേള ദൈവമക്കൾ ഓർത്തുകൊള്ളണം, സ്തോത്രം, എൻ്റെ കണ്ണുകൾ ഹല്ലേലൂയ അതിനെതിരെ അന്ധമായിരിക്കുമ്പോഴും, ഹല്ലേലൂയ, എനിക്കത് കാണുവാൻ കഴിയാതിരിക്കുമ്പോഴും, എനിക്ക് വേണ്ടിയുള്ള ദൈവിക കരുതൽ, എനിക്ക് വേണ്ടിയുള്ള ദൈവിക വിടുതൽ അത് കാണുവാൻ എൻ്റെ മുൻപിൽ കഴിയാതിരിക്കുമ്പോഴും, സ്തോത്രം, പ്രത്യാശയ്ക്ക് യാതൊരു വകയില്ലാത്തപ്പോഴും, പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോഴും, ഇന്ന് പകൽവേള ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തനിക്കുള്ള അറിവ്, തൻ്റെ ഉറപ്പാ, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഈ പകൽവേള എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാൻ വിശ്വസിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. സ്തോത്രം, ഈ ലോകത്തിൽ മാറിപ്പോകുന്ന, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു മനുഷ്യനിലല്ല എൻ്റെ ആശ്രയം, അല്ല അവനിലല്ല ഞാൻ നോക്കൽ, എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കാം, എൻ്റെ പക്കൽ ആവശ്യത്തിനുള്ള കരുതലുണ്ട്, ഇതെൻ്റെ പക്കലുള്ള കാലത്തോളം ഞാൻ ഭയപ്പെടത്തില്ല. അല്ല, എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്ര കരുതലുണ്ടായാലും, എത്ര ഡെപ്പോസിറ്റ് ഉണ്ടായാലും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പനി ബാധിച്ചാൽ മതി, സകലവും നഷ്ടപ്പെട്ടു പോകാം. സൗന്ദര്യം, ഹല്ലേലൂയ, കൂടുതലുണ്ടെന്ന് കരുതുന്ന ഓർത്തുകൊള്ളണം, ഈ സൗന്ദര്യം പുഴുവരിച്ചു പോകുന്നതാണ്. ഇതൊക്കെ ഒറ്റ പനി വന്നാൽ മതി, ഒരു ഇഞ്ചക്ഷൻ്റെ റിയാക്ഷൻ വന്നാൽ മതി, ഇതെല്ലാം പോകും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള സകലവും നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം, അതെല്ലാം നമ്മെ വിട്ട് കൈവിട്ടു പോകും. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിപ്പാൻ ഒന്നുമില്ല. നമുക്ക് ആശ്രയിപ്പാനോ നമുക്ക് ആഗ്രഹിപ്പാനോ വല്ലതുമുണ്ടെങ്കിൽ നമ്മുടെ ദൈവം അവന്റെ സന്നിധിയും മാത്രമാണ്. ഇന്ന് പകൽവേള കേൾക്കുന്ന ദൈവമക്കൾ ശക്തമായി ഞാൻ ഓർപ്പിക്കാം, വേദനയിൽ കൂടെ കടന്നു പോകുന്ന, നിരാശയിൽ കൂടെ കടന്നു പോകുന്ന, ഇനി എന്ത് എന്ന് ചോദ്യമുയർത്തി ജീവിതത്തിൽ തളർന്നവശരായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽവേള ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരുവനുണ്ട്, അവന്റെ പേരായ യഹോവയായ ദൈവം. സ്തോത്രം. ഇവിടെ ഹാഗാർ ദൈവത്തോടെ നിലവിളിക്കുക. അവളുടെ നിലവിളിയുടെ കാരണം മറ്റൊന്നുമല്ല, അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിലോ, സ്തോത്രം, വീട് വിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നതിലോ അല്ല, തൻ്റെ കുഞ്ഞിൻ്റെ മരണം എൻ്റെ മുമ്പിൽ സംഭവിക്കാം, അടുത്ത നിമിഷം എന്തും സംഭവിക്കാം, അടുത്ത നിമിഷം എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം, പക്ഷെ എനിക്കത് കാണണ്ട. സ്തോത്രം. നമ്മിവിടെ വായിക്കുന്നത്, താഴ്ത്ത് വായിച്ചു ഇങ്ങനെയാണ് വായിക്കുന്നത്, ബാലൻ കിടക്കുന്നിടത്തുനിന്ന് അവൻ്റെ കരച്ചിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. സ്തോത്രം, സ്തോത്രം, അവൻ്റെ കരച്ചിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. ആ കരച്ചിൽ ദൈവം മറുപടി അവിടെ ഒരുക്കി. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി, നമ്മുടെ കരുതുന്നതിനപ്പുറമായി നമുക്ക് വേണ്ടി ചിന്തിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഹാഗാറിനോട് പറയാം, ഹാഗാറെ നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അവൾ നോക്കിയപ്പോൾ ഒരു നീരുറവ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന, അപ്പോൾ ഒഴുകി പൊട്ടി പുറപ്പെട്ടതല്ല, അവൾക്ക് നീരുറവ മുൻപേ അവിടെ ഉണ്ട്. സ്തോത്രം. പക്ഷേ അവളുടെ കണ്ണിന് കാണുവാൻ കഴിയാതെ വേണം, അത് മറഞ്ഞു കിടന്നതാണ്. ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ, ഹാഗാറേ, അവിടെ നീ തിരിഞ്ഞു നോക്കിയേ, അവിടെ നിനക്ക് വേണ്ടി ഒരു കരുതലുണ്ട്. നീ കരയുന്ന വിഷയമുണ്ടല്ലോ, അതിനൊരു പരിഹാരം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഒരു വിടുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ പോയി ബാലനെ എടുത്തുകൊണ്ട് വന്ന് അവനെ കുടിപ്പിക്കാം.
എന്തിനാ കരഞ്ഞേ? കയ്യിലുള്ള കരുതൽ മുഴുവൻ തീർന്നു പോയി എന്നതിനെക്കുറിച്ച്. എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സ്തോത്ര ദൈവം പറയാം, നിൻ്റെ കുഞ്ഞ് മരിക്കത്തില്ല. ഇന്ന് പകൽവേള ഞാൻ ഓർപ്പിക്കാം, നിൻ്റെ പ്രശ്നത്തിൽ നീ തകർന്നു പോകത്തില്ല, നിൻ്റെ പ്രതികൂലത്തിൽ നീ തകർന്നു പോകത്തില്ല. ഏത് ശത്രു നിൻ്റെ നേരെ എഴുന്നേറ്റാലും, നിന്റെ ജോലിയിൽ നിനക്കെതിരെ ശത്രുക്കൾ എഴുന്നേറ്റെന്ന് വന്നാരാ, ഹല്ലേലൂയ, നിന്റെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്കെതിരെ പ്രതിസന്ധികൾ ഉയർന്നു വന്നെന്ന് വരാം. ഹല്ലേലൂയ, നിന്റെ ബിസിനസ്സിനെതിരെ പ്രതിസന്ധികൾ കടന്നു വന്നെന്ന് വരാം. ഹല്ലേലൂയ, നിനക്ക് ഉണ്ടാകുന്ന ഉയർച്ചയെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നിയെന്ന് വരാം. നിനക്കുള്ള ആത്മീയ അനുഭവങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നിയെന്ന് വരാം. നീ അധൈര്യപ്പെട്ടു പോകല്ലേ, നീ ഭാരപ്പെട്ടു പോകല്ലേ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ വല്ലായ്മയുടെ നടുവിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ശത്രു അല്ല വലിയവൻ. നമ്മുടെ പ്രശ്നത്തെ പലപ്പോഴും വലുതായി കാണുന്നത് കൊണ്ടാണ് സ്തോത്രം നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ തളർന്നു പോകുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ വലുതായി കാണുക. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കണ്ടിട്ട് ഇനി എന്തെന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം, നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നുള്ള ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടാകട്ടെ. വിഷയങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ഉയരങ്ങളിലേക്ക് നോക്കി, സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നോക്കി ദൈവത്തിന്റെ സഹായവും വിടുതലും പ്രാപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കരയാൻ നീ തയ്യാറാണോ? വിടുവിക്കാൻ ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസ്ഥലം കരയാൻ നീ തയ്യാറായാൽ, നിലവിളിക്കാൻ നീ തയ്യാറായാൽ, അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം, ആ ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ ഉയർത്താം. ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേണ്ടി ആടിയടിക്കപ്പെട്ട, നമുക്ക് വേണ്ടി കൈകാലുകൾ ആണികൾ കേൾപ്പിച്ചു കൊടുത്ത, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ശിരസ് ഹല്ലേലൂയ മുൾക്കിരീടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, നമുക്ക് വേണ്ടി വിലാപ്പുറം കൊത്തി തുറക്കപ്പെട്ട ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഇന്ന് പകൽവേള ഒന്ന് ഉയർത്തട്ടെ. ആ കണ്ണുകൾ ഉയർത്തി അവിടേക്കൊന്ന് നോക്കട്ടെ. അല്ലെ, നമുക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ച, നമ്മുടെ ഭാരങ്ങൾ വഹിച്ച, നമ്മുടെ വേദനകൾ വഹിച്ച നമ്മുടെ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. ആ ഗത്സമന മുതൽ ഹല്ലേലൂയ ഗോൽഗോഥ വരെ നമുക്ക് വേണ്ടി സഹിച്ച ആ പങ്കപ്പാടുകൾ എന്നെയും നിങ്ങളെ വീണ്ടെടുപ്പാൻ, എന്നെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, എന്നെയും നിങ്ങളുടെ രോഗങ്ങൾ നമ്മൾ വിടുവിപ്പാൻ, എന്നെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് നമുക്ക് സാധ്യമാകാത്തത് നമുക്ക് സാധ്യമാക്കി തരുവാൻ, അല്ല നമ്മെ കൊണ്ട് കഴിയാത്തത് നമുക്ക് നൽകി തരുവാൻ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. ആ കാൽവരിയിലേക്ക് നോക്കിയേ, അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ അഗത്സമന മുതൽ ഒന്ന് നോക്കിയേ. നമ്മിങ്ങനെ വായിക്കുന്നത് അവന്റെ അലറിയിൽ രക്തം നിലത്ത് വീഴുന്ന വിയർപ്പുതുള്ളികൾ പോലെ. സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സ്തോത്രം. അവൻ്റെ അടുപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകും. ആ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തട്ടെ, ആ മുഖം നമ്മുടെ മുഖമവിലേക്ക് ഉയർത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്തൃമേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ മുൻപോട്ട് കടന്നു വന്ന് ആ ശുശ്രൂഷ നമ്മെ സഹായിക്കും. പാട്ടുകൾ പാടുന്ന സഹോദരന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരുന്നതായിരിക്കും.